മലപ്പുറം കിച്ചൻ്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളി ബീഫ് മന്തിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റുകൾ കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇത് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ആദ്യമേ പറയട്ടെ, ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ബസ്മതിയുടെ ഈ സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. അത് ഈ പുഴുങ്ങല്ലരിയുടെ കളർ പോലെ ഇരിക്കും. ആ റൈസ് തന്നെ ഈ മന്തി ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുക. ബസ്മതി റൈസ് എടുത്താൽ പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഞാൻ നല്ലപോലെ കഴുകി വെച്ചതാണ് അരി. ഇനി നമുക്കിതിലേക്ക് ഇത് കുതിർത്താനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മണിക്കൂറൊന്ന് ഈ അരി കുതിരണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് റൈസ് ആവുള്ളൂ. അപ്പോൾ ആദ്യമേ ഇത് ചെയ്യുക, വെള്ളം അരി കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വെക്കാം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിലേക്കുള്ള ബീഫാണ്. ഈ ഒരു ടൈപ്പുള്ള വലുപ്പത്തിലുള്ള പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. കുറച്ച് നെയ്യോടും എല്ലോടും കൂടിയ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതാണ് മന്തി ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ബിരിയാണിക്കായാലും ഇങ്ങനത്തെ എല്ലും നെയ്യും കുറച്ചുണ്ടാവുന്നത് നല്ലതാണ്. അതിച്ചിട്ട് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഒരു പാകത്തിന് നെയ്യ് ഉണ്ടായാൽ മതി. അപ്പോൾ നമുക്ക് ഓയിലൊക്കെ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി ഞാൻ അതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ മന്തി മസാല ചേർത്ത് കൊടുക്കാം. ഈ മസാല ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ മന്തി കേരള സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിലുണ്ട് ഈ മന്തി മസാല ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഒരു 2 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഈ ബീഫിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ബീഫിലേക്ക് വേണ്ട ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് കൈ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇത് കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഓരോ ബീഫിനും ഓരോ വേവായിരിക്കും. മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ എന്തായാലും വേണ്ടി വരും. കാരണം ഇത് വലിയ പീസസ് ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളൊക്കെ വേവാൻ കുറച്ച് താമസം എടുക്കും. അപ്പോൾ മിനിമം എന്തായാലും 3 വിസിൽ വെക്കുക. അതിൽ കൂടുതൽ വേവണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ വേവിക്കുക. എന്തായാലും നന്നായിട്ട് ബീഫ് വേവണം. ഇപ്പോൾ ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം വെക്കാതെ എന്ന് വെച്ച് കുറച്ച് ഒരു 1.5 കപ്പ് വെള്ളം എനിക്ക് ഈ ബീഫ് വേവിച്ച വെള്ളം കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ബീഫ് മാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ ഇട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കൈ വെച്ചിട്ട് ഒന്ന് ആ മുളക് പൊടി ബീഫ് പീസിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് ഇതേപോലെ കൈ വെച്ചിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഈ മുളക് പൊടി ഇത് ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ബീഫിന്. പിന്നെ കുറച്ചൊരു കളറും കിട്ടും. നല്ലപോലെ തേച്ചതിന് ശേഷം നമുക്ക് ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ആ ബീഫിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബീഫിൽ മസാല തേക്കുമ്പോൾ ഒന്ന് നോക്കുക, ഉപ്പൊക്കെ പാകാൻ നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതെല്ലാം പാകത്തിനുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടെ ഉപ്പ് ചേർത്തിട്ടില്ല, കാരണം ബീഫിൽ അത്യാവശ്യം നല്ല ഉപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ പാനിൽ വെച്ചിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് നെരിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മളെ ബീഫ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല വേവിച്ച ബീഫാണ് കേട്ടോ. ബീഫിൻ്റെ എല്ലാ വേവും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ ഇങ്ങനെ ആയി കിട്ടും. അപ്പോൾ ഇത് പാനിൽ നിന്ന് മാറ്റാം. ഞാൻ പാനിൽ കുറച്ച് ഓയിൽ ബാക്കിയുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഓയിൽ ഒന്ന് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഇനി ബേ ലീഫ് ഉണ്ടെങ്കിൽ ബേ ലീഫ് ഇട്ട് കൊടുക്കാം. പിന്നെ അത് കുറേശ്ശെ ഒരു 5-6 ഏലക്ക, അതേപോലെ 5-6 കറാമ്പൂ, അതേപോലെ പട്ടയുടെ ഒരു ചെറിയ പീസ്, പിന്നെ കുറച്ച് കുരുമുളകും മല്ലിയും, പിന്നെ 2 ബ്ലാക്ക് ലെമണ്. ഇനി ബേ ലീഫ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഫ്ലേവർ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ കയ്യിൽ തീർന്നു പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ അത് നല്ല പോലെ എണ്ണയിൽ കിടന്നിട്ട് നല്ലൊന്നും ഇതിൻ്റെ ഒരു സ്മെല്ല് വരണം, വറുത്തൊരു സ്മെല്ല് വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഒരു വലിയ സവാള കേട്ടോ. ചെറുതാണെങ്കിൽ 2 എണ്ണം വേണം. എൻ്റെ സവാള വലുതായിരുന്നു, അതുകൊണ്ട് ഞാൻ 1 എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു അളവിൽ ഇട്ടാൽ മതി. ഏകദേശം 1 കപ്പുണ്ട് സവാള കട്ട് ചെയ്തത്. അപ്പോൾ അത് സവാള ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരി ഒന്ന് സ്റ്റെയിനറിലേക്ക് വാർത്ത് വെക്കാം. അതിൻ്റെ വെള്ളം വാരാനായിട്ട് വെക്കാം. അപ്പോഴേക്കും സവാള അത്യാവശ്യം നന്നായിട്ട് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം.
2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ മന്തി മസാല കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ റൈസിലേക്ക് വേണ്ട മന്തി മസാല നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ 2 ടേബിൾ സ്പൂണ്. അതേപോലെ ഇതിലും 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. മൊത്തം 4 ടേബിൾ സ്പൂൺ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വലിയ ടൊമാറ്റോയും 2 ഗ്രീൻ ചില്ലിയും കൂടി പേസ്റ്റ് ആക്കിയതാണ് ഗ്രൈൻഡറിൽ ഇട്ടിട്ട്. അപ്പോൾ രണ്ടും കൂടി ഏകദേശം 1/4 കപ്പ് ഉണ്ടായിരുന്നു അളവ്. അത് ഒഴിച്ചെടുക്കാം. അത് മിക്സിയിൽ തക്കാളിയും പച്ചമുളകും കട്ട് ചെയ്തിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്താൽ മതി. നല്ലപോലെ അരയണം കേട്ടോ, തക്കാളിയൊക്കെ നല്ലപോലെ അരയണം. തക്കാളിയുടെ പീസസ് ഒന്നും ഇത് കാണാൻ പാടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് 1-2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. മുറിക്കാതെ മുഴുവനോടെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് ബീഫ് വേവിച്ച വെള്ളം 1.5 കപ്പ് ഉണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ 3 കപ്പ് വെള്ളം കൂടി ചേർത്ത് മൊത്തം 4.5 കപ്പ് വെള്ളമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ എടുക്കുക. നിങ്ങൾ എത്ര അളവിലാണോ എടുക്കുന്നത് എങ്കിൽ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് അരിയൂടി ഇട്ടിട്ട് ഒന്ന് തിള വരുമ്പോൾ നമുക്ക് അടച്ച് വെച്ച് തീ സിമ്മിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. അരി വേവുന്ന സമയം കൊണ്ട് ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് കലക്കി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് റൈസിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാനാണ്. പിന്നെ അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂണും കൂടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നോക്കിയപ്പോൾ അരിയുടെ വെള്ളമൊക്കെ ഫുള്ള് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മൾ ലെമൺ ജ്യൂസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസും ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. റൈസ് എല്ലാ ഭാഗത്തേക്കും ഇത് എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്, അരി ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ദമ്മിടാനുള്ളതാണ്, ബാക്കി അതിൽ കിടന്നിട്ട് വെന്തോളും. നല്ല പോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ബീഫ് വേവുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നല്ലോണം വേവണം, കുക്കറിൽ കിടന്ന് തന്നെ. കാരണം അത് ഫ്രൈ ആകുമ്പോൾ ഒന്നും കൂടി ഇത് ഒരു ഉറപ്പ് വരും. അപ്പോൾ അതുകൊണ്ട് നല്ല വെന്തെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ബീഫ് പീസസ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഫ്രൈയും കൂടി ചെയ്തുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇതുപോലെ ബർണറിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ചെമ്പ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നടുവിൽ ഇതുപോലെ ഒരു കുഴി ഉണ്ടാക്കാം. റൈസ് എല്ലാ ഭാഗത്തേക്കും നീക്കിയിട്ട് നടുവിൽ ഒരു പാത്രം കൊള്ളുന്ന രീതിയിലുള്ള ഒരു കുഴിയാക്കി കൊടുക്കുക. അതിലേക്ക് ഇതുപോലുള്ള ഒരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ സ്മോക്കി ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മന്തിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ സ്മോക്കി ഫ്ലേവർ കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ചാർക്കോൾ ഞാൻ ഇതുപോലെ കത്തിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള പാത്രം ഇല്ലെങ്കിൽ നിങ്ങൾ സ്റ്റീൽ പാത്രം അലുമിനിയം പാത്രത്തിലോ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതിട്ട് കൊടുത്താൽ മതി. അല്ല കാരണം നല്ല പാത്രമൊക്കെ ആകുമ്പോൾ ചീത്തയായി പോകും. മണ്ണിൻ്റെ ഇതുപോലുള്ള പാത്രമാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ചെയ്തതിന് ശേഷം അത് തുറന്നിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ഇതെടുത്ത് ഒഴിവാക്കാം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി അടച്ച് വെക്കാം. ആ പുക പുറത്ത് പോവാതെ തന്നെ ഉടൻ തന്നെ നമുക്കിത് അടച്ച് വെച്ചിട്ട്, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല, ഒരു അരമണിക്കൂർ ഇങ്ങനെ കിടന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മതി. ഇപ്പം ഞാനത് സെർവ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇപ്പോൾ ഞാൻ മന്തി പല രീതിയിലും തയ്യാറാക്കി നോക്കിയിട്ടുണ്ട് ബീഫ് വെച്ചിട്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയാണ്. എല്ലാവർക്കും നല്ല ടേസ്റ്റ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നന്ദി.